ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ വീട്ടിലെ മൾബറി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിയില്ലെങ്കിൽ പുള്ളിക്ക് സങ്കടാവൂലേ? അപ്പൊ നമുക്ക് ഒരു മൾബറി ജാം തന്നെ അങ്ങ് ഉണ്ടാക്കിയേക്കാം അല്ലേ? എല്ലാരും കണ്ടിട്ട് അഭിപ്രായം പറയണേ. ഇത്രയും മൾബറിയാണ് ഉള്ളത്. ഇത് നമുക്ക് ഒരു ദിവസം കൊണ്ട് കിട്ടിയതല്ലേ, നമ്മൾ 2 ദിവസമായിട്ട് കളക്ട് ചെയ്ത് വെച്ചതാണ്. വീട്ടിൽ നിന്നുള്ളതായതുകൊണ്ട് അധികം പൊടി അഴുക്കൊന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണേ. വാഷ് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, അധികം അമർത്തി ചെയ്യരുത്. ലൈറ്റ് ആയിട്ടൊന്ന് വാഷ് ചെയ്തെടുത്താൽ മതിയേ. ഇപ്പോൾ നമുക്ക് നന്നായിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാവേ. ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ട് അരച്ചെടുക്കുവാണ്. ഇതിലും ക്വാണ്ടിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാവേ. ഞാനിപ്പോൾ ഇവിടെ 2 സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുള്ളേ. അത്യാവശ്യം മധുരമുള്ള മൾബറിയാണ് ഇത്. ഇനി പുളി കൂടുതലും മധുരം കുറവാണെങ്കിൽ നിങ്ങളുടെ ആവശ്യാനുസരണം മധുരം ചേർത്തേക്കണേ. ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു തരിതരിപ്പോട് കൂടി അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് മൾബറീസ് അരയ്ക്കാതെ വേണമെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അത് കടിക്കാനായിട്ടും കിട്ടുവേ. ഞാനിപ്പോൾ അങ്ങനെ ഇവിടെ ചേർക്കുന്നില്ലേ. ഇനി പാൻ ചൂടായി വരുമ്പോൾ നമ്മൾ അരച്ചു വെച്ച മൾബറി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. ഈ ഒരു അളവിൽ ഒരു പീസ് കറുവപ്പട്ട, വളരെ കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കണേ. ഒരുപാട് കൂടി പോകരുത്, ഭയങ്കര പുളിയായിരിക്കും. അപ്പം നമ്മൾ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. ജാം കുറച്ച് ദിവസത്തേക്ക് കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മളെ കൈവിടാതെ പാകമാകുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണേ. നമ്മൾ നേരത്തെ മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തില്ലായിരുന്നോ? അതിന് പകരമേ നമുക്ക് ശർക്കര വേണമെങ്കിലും ചേർക്കാവേ. ശർക്കരയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം ഈ സമയത്ത് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. പക്ഷെ നമ്മൾ പഞ്ചസാര ഇട്ട് ചെയ്യുന്നതിൻ്റെ ടേസ്റ്റിൽ നിന്നും കുറച്ച് വ്യത്യാസമായി പോവേ ശർക്കര ഇട്ട് ചെയ്യുമ്പോഴേ. അപ്പം നോക്കിയിട്ട് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാവേ. കുറച്ച് ഹെൽത്തിയർ ഓപ്ഷൻ എന്നുള്ള രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശർക്കര തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ജാമിന്റെ കൺസിസ്റ്റൻസി ഏകദേശം ആയിന്ന് തോന്നുമ്പോഴേ നമ്മളിട്ട കറുവപ്പട്ട ഉണ്ടല്ലോ, അത് നമ്മളെടുത്ത് മാറ്റിയേക്കണേ. മറന്നു പോവരുതേ. നമ്മുടെ ജാം ഇവിടെ പാകമായിട്ടുണ്ടേ. കറക്റ്റ് ആയിട്ടേ പാകമായോ എന്നറിയാൻ വേണ്ടി നമ്മൾ ഇതുപോലൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണേ. കറക്റ്റ് പാകമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്ത ഭാഗത്ത് കറക്റ്റ് ഇതുപോലെ സ്റ്റിക്കായിട്ട് നിൽക്കുവേ, വിട്ടുപോരില്ലേ. നമ്മളിനി ഇത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചാലേ കുറച്ചധികം നാള് കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റുവേ. പറയുമ്പോൾ നമുക്ക് കുറച്ച് ലെങ്തി ആയിട്ട് തോന്നുന്നതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുവേ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ടേ അഭിപ്രായം കമന്റ് ബോക്സ് വഴി പറയണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നല്ല പനിയാണ്, അപ്പോൾ സൗണ്ട് കേൾക്കുമ്പം ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ നമുക്കിനി അടുത്ത റെസിപ്പി വീഡിയോ ആയിട്ട് കാണാവേ. താങ്ക്